ഹായ് ഹലോ എല്ലാവർക്കും ടാരോ ടോക്ക് 1111 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റീഡിങ്സ് വന്നിട്ട് നെക്സ്റ്റ് 7 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിങ്സ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പോസിറ്റീവ്സിനെ മാത്രം ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ സ്ലോലി ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഈ ഒരു റീഡിങ്സിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരിക. Eight of Cups, Nine of Swords, Emperor, King of Wands, Moon card, King of Pentacles, High Priestess, Knight of Pentacles, Queen of Swords, Eight of Swords. ബോട്ടം ഓഫ് ദ ഡെക്കിൽ Ace of Cups ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇമോഷണലി ഡ്രെയിൻ ആക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് രീതിയിൽ തളർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും നിങ്ങൾ വാക്ക് അവേ ചെയ്ത് പോകുന്നത്, അതായത് അതിൽ നിന്നും നിങ്ങൾ ഓവർകം ചെയ്യാൻ തീരുമാനിക്കുകയും അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരികയും ചെയ്യുന്നൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതെന്ന് പറയുമ്പോൾ മേ ബി ഒരു റിലേഷൻഷിപ്പ് ബേസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശീലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിൻമെൻറ്റിലോട്ട് എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. ഫൈനലി നിങ്ങൾ അതിൽ നിന്നും ഓവർകം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു ഇതാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് 9 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് രീതിയിൽ നിങ്ങളിപ്പോൾ ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ അതിലുപരി നിങ്ങൾ നല്ല രീതിയിൽ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഭയമുണ്ട്, കുറ്റബോധമുണ്ട്, ആങ്സൈറ്റി, ഇതൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊരു മെൻ്റൽ സ്ട്രെസ്സിലൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 കാർഡ്സും വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ മെൻ്റലി നല്ല രീതിയിൽ ഡൗൺ ആണ് എന്ന് മനസ്സിലാക്കാം. എന്താണോ നിങ്ങളെ മനസ്സിനെ അലട്ടുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കുക, അതിൽ നിന്ന് ഓവർകം ചെയ്ത് പോവുക. കാരണം നമ്മൾ പാസ്റ്റിൽ തന്നെ നിന്നിട്ട് കാര്യമില്ല. നമുക്കത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അത് നമ്മളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതല്ലാതെ നമുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ടൈമിൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. അതിനു വേണ്ടി നമ്മളുടെ ടൈമും നമ്മളുടെ എനർജിയും വേസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങൾ ഓവർകം ചെയ്ത് വരിക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എംപറർ കാർഡ് വന്നിട്ടുണ്ടല്ലേ. എംപററിൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ലൈക്ക് ഒരു കിങ്ങിനെ പോലത്തെ ഒരു എനർജിയാണ്. അത്രയും കോൺഫിഡൻ്റ് ആയിട്ടും ബോൾഡായിട്ടും ആക്ഷൻസ് എടുക്കുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിത്വമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങളാകണം എന്നുള്ളതാണ്. നെക്സ്റ്റ് 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾ സ്വയം ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനമൊക്കെ എടുക്കേണ്ടി വന്നേക്കാം. അതിനുശേഷം അഗെയിൻ നമുക്ക് കിങ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട്. അതായത് എന്താണ് നിങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടാകുമല്ലോ, ഒരു ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്സ് നിങ്ങൾ ഇടുക, ബാക്കി റെസ്റ്റ് യൂണിവേഴ്സ് നോക്കിക്കോളും എന്നുള്ളതാണ്. ആൻഡ് നമുക്ക് മൂൺ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളിൽ കുറേ ഭയമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ ഭയങ്ങളുണ്ട്, കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എടുത്തു ചാടി ഒന്നും
ചെയ്യാണ്ടിരിക്കുക. അത്രയും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ അത്രയും ഭയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് ടൈം എടുക്കുക. ടൈം എടുത്തിട്ട് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ എന്തൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ ജോബിൻ്റെ കാര്യമായാലും ശരി, റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും ശരി, നിങ്ങൾ അത്രയും കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന, എന്ത് ചെയ്യണമെന്ന് അറിയാതെ തലപ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന കുറച്ച്, അതായത് നിങ്ങൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങളെ മൈൻഡും ബോഡിയും റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുക്കുക. ഒരു ദിവസമോ 2 ദിവസമോ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ ആകുക, അതൊരു ബ്രേക്ക് എടുക്കുക. അതിന് ശേഷം ഒന്നിനെ റിഫ്രഷ് ആക്കി സ്റ്റാർട്ട് ചെയ്യുക ഉള്ളതാണ്. അതിന് ശേഷം നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് നിങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലൈഫിൽ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവിടെ അഗെയിൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പാഷനുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. സോ അത് പറയുന്നത് നിങ്ങൾക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ചില കാര്യങ്ങളൊന്നും എടുത്ത് പറയുമല്ലോ. അതായത് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ കിടപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അതായത് ചില കാര്യങ്ങൾ ഇപ്പോഴും അവ്യക്തമായി കിടക്കുന്നുണ്ട്. സോ അതിനുള്ള വ്യക്തത നിങ്ങൾ വരുത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തത കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവുക. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്ട്രോങ് ആയി അല്ലെങ്കിൽ സ്റ്റേബിളായിട്ട്, ഇപ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഓക്കെ, അതിപ്പോൾ അതിലിനി ആ ഒരു തീരുമാനം എടുത്തതിന് ശേഷം അത് സക്സസ് ആകുമോ ഇല്ലയോ അങ്ങനെയുള്ള കൺഫ്യൂഷൻസോ ഭയമോ ഒന്നും പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു എംപററിൻ്റെ എനർജി പോലെ നിങ്ങൾ കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങളൊരു തീരുമാനം എടുക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് സോഡ്സ് ആണ്. അതായത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഇൻ്റലക്ച്വലായിട്ട്, അതായത് ലോജിക്കലി ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ഇമോഷണലി ഉള്ള തീരുമാനങ്ങളെക്കാട്ടിയും പവർഫുള്ളാണ് നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഇമോഷൻസ് വെച്ച് ഒരു തീരുമാനം എടുക്കുന്നത് എപ്പോഴും ഫ്ലോപ്പായി പോകാനാണ് ചാൻസ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് ഡിസിഷൻസ് എടുക്കുക. മറ്റുള്ളവർ ചിലപ്പോൾ പറയുന്നത് മേ ബി നമുക്ക് പോസിറ്റീവായിരിക്കാം നെഗറ്റീവായിട്ടായിരിക്കാം പറയുന്നത്. എന്നിരുന്നാലും മറ്റൊരാളുടെ ഒപ്പീനിയനിലുപരി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു അതിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോരാടുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ആൻഡ് 8 ഓഫ് സോഡ്സ് അഗെയിൻ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളിപ്പോൾ ആരെങ്കിലും സെൽഫ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണോ അല്ലേ? അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് മറ്റൊരു വ്യക്തി എന്ത് പറയുന്നു അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കുന്നു, ആ ഒരു കൈൻഡ് ഓഫ് പേഴ്സണാലിറ്റി ആണോ നിങ്ങളൊന്ന് ഓർത്ത് നോക്കുക. അതായത് നിങ്ങളെ തന്നെ സെൽഫ് ലിമിറ്റ് ചെയ്ത് നിർത്തിയേക്കുന്ന ഒരവസ്ഥ. ആക്ച്വലി ആ ഒരു സിറ്റുവേഷൻ, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരണമെന്നുള്ളതാണ്. നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയി മാറണം. നിങ്ങൾക്കുള്ളിൽ തന്നെ ആ ഒരു പവറുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിക്കാനുള്ള ആ ഒരു പവറും എല്ലാം നിങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട്. സോ നിങ്ങൾ സ്വയം സെൽഫ് ലിമിറ്റ് ചെയ്യാണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന മെസ്സേജ്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദ ഡെക്കിൽ നമുക്ക് ഏസ് ഓഫ് കപ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സെൽഫ് ലവ് അല്ലെങ്കിൽ ഹീലിങ്ങിൻ്റെ ഒക്കെ ഒരു ടൈമാണ്. മേ ബി ഒരു ന്യൂ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെ ഒരു പുതിയൊരു ഇമോഷണൽ ബിഗിനിങ് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഓവറോൾ എനർജി നോക്കുമ്പോഴത്തേക്കും. അതായത് ഒരു നെക്സ്റ്റ് 7 days കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു
ഇപ്പോഴത്തെ ആ ഒരു മെൻ്റൽ സ്ട്രെസ്സും ഇതൊക്കെ ഡൗണായി നിങ്ങൾ കുറച്ചുകൂടെ ഒരു റിഫ്രഷ്ഡ് ഫീൽ അല്ലെങ്കിൽ ഒരു റീസെറ്റ് മോഡയിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുമെന്നുള്ളതാണ്. ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കറൻ്റ്ലി കുറച്ച് ഇമോഷണലി ഡൗണും ഡ്രെയിൻഡും ആയിട്ട് ഇരിക്കുകയാണെങ്കിലും പോകെ പോകെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടുകയും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് കളയുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് സ്ലോ ഗ്രോത്ത് ആണ് കാണുന്നതെങ്കിലും ഒരു സക്സസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമോഷണലി നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രോങ് ആകുക, സ്ട്രെങ്ത് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നിങ്ങളുടെ മെൻ്റൽ പീസ്, മെൻ്റലി നിങ്ങൾ ഓക്കെ ആണ് എന്ന് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. സോ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ റീഡിങ്സ് വന്നിട്ട്. സോ ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോക്ക് ലൈക്ക് തരിക. ആൻഡ് ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു.